വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. അടിപൊളി. എവിടെ വരുന്നു? ഞാൻ കൊല്ലം പരവൂർന്നാണ്. കൊല്ലം പരവൂർ. എന്ത് ചെയ്യുന്നു? ഞാൻ +2 സ്റ്റുഡന്റ് ആണ്. ഇത് ഏത് ഏജിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ ഏകദേശം 12 വയസ്സിലാണ് തുടങ്ങിയത്. 12 വയസ്സിൽ തുടങ്ങി. എവിടുന്നായിരുന്നു ഇൻസ്പിറേഷൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി? ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ സുരാജേട്ടനാണ് ഇൻസ്പിറേഷൻ. ഇപ്പോ സ്റ്റേറ്റിലെ കലോത്സവത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സുരാജേട്ടൻ വിളിച്ചു, കണ്ടു, ലൊക്കേഷനിൽ പോയി കണ്ടിരുന്നു. അപ്പോ ആ വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഇൻസ്റ്റയിലോ, എന്തോ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലുണ്ടായിരുന്നു അല്ലേ? യൂട്യൂബിലുണ്ടോ? ഞാൻ കണ്ടിരുന്നു. സുരാജ് ബാക്കിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ അല്ലേ? അങ്ങനെയൊക്കെ വലിയ വലിയ സംഭവങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആദ്യം എന്താണ്, മിമിക്രി ആണോ അതോ നമുക്ക് സ്പോട്ട് ഡബ് ആണോ? മിമിക്രി തകർത്തോ? അപ്പോ ജനാർദ്ദനൻ സാറ്, അതായത് ജനാർദ്ദനൻ ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നാൽ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ വന്നാൽ എങ്ങനെയായിരിക്കും? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം. എലീനനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഷാജോടെ ഇപ്പൊ പടമൊക്കെ ഉണ്ടോ? സന്തോഷം സന്തോഷം. ഇത് ആര് നടക്കിയിരിക്കുന്നത്? അതേനല്ലേ? കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പട്ടണത്തിൽ പോകുന്നതിലാണ് ആദ്യമായിട്ട് അതേനെ കാണുന്നതെന്ന് തോന്നുന്നു കേട്ടോ. രജനെ, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു പടങ്ങളൊക്കെ? എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ കോമഡി മാസ്റ്റേഴ്സിലേക്ക് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അടുത്തത് നമ്മുടെ സലീമേട്ടൻ. സലീം കുമാർ. ഓക്കെ, സലീമേട്ടൻ. ഇതാര്? എലീനല്ലേ നിൽക്കുന്നത്? എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ സലീമേട്ടൻ? പിന്നെ സുഖം. എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് കടന്നുള്ളത് കള്ളി വൈറലായിട്ടുണ്ട്. പിന്നെ വൈറൽ. ഷാജോടെ എന്താ പറയേണ്ടത്? സത്യം പറയുമ്പോ ഷാജോന്റെ കറന്ന് പേടിയാട്ടോ. മറ്റേ ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ എന്ത് ചവിട്ടാണ്? അതെ, എന്തൊക്കെയുണ്ട് പോലെ വിശേഷങ്ങള്? സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോ ഞങ്ങളൊക്കെ മുമ്പ് സ്റ്റേജ് കളിച്ച് നടന്നവരാണ്. രചനയുടെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ചിലപ്പോ ഈ ഡാൻസിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വിളിച്ചതിലും ഇവിടെ വരാൻ പറ്റിയതിലും എലീനനെ കുറെ നാൾക്ക് ശേഷം കാണാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. അടുത്തത് ഒരു ലൈവ് അല്ല, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചത് വോയിസ് ആണ്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ. ഒറ്റയ്ക്ക് ഓടിക്കാൻ സമുദായം തയ്യാറല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളമാടി ഭരിക്കുന്നതിന് അവർ പാലാല ബിഷപ്പിനോട് താല്പര്യമില്ലായിരുന്നല്ലോ. പാലാല ബിഷപ്പിന് താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണിക്ക് നേതൃപാഠവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭരിക്കണ്ട എന്ന് വരെ പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാവുന്നതാണ്. ഇനി ഒരു വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ആരുടെയാ? നമ്മുടെ വിനായകൻ ചേട്ടൻ. വിനായകൻ ചേട്ടൻ. ഓക്കെ. കൃഷ്ണ, ഞാൻ അടക്കെങ്കാണ് ഒന്നുണ്ടോ വെറുതെ വിളിച്ചാണ്. അപ്പല്ലേ അവനൊറ്റതാണ് അച്ഛനെ. അവൻ മറിച്ചൊരു ടീം മുതൽ വലിയ ടീമാണ് അച്ഛനെ. അവൻ മറിഞ്ഞോടക്കോട്ടാ കേട്ടാ. അവൻ ചെറിയ ടീം മുതൽ വലിയ ടീമാണ്. പണിപ്പാളി നടാ തോന്നണേ. ശരി അച്ഛനെ വെക്കാണ്. ഒന്നുമില്ല വെറുതെ വിളിച്ചാട്ടാ കൃഷ്ണ. സുരാജിനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം. കാര്യം സുരാജ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് വന്നൊരു കലാകാരനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എങ്കിലും സുരാജിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവിടെ ജനാർദ്ദനൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ജനുവേട്ടൻ്റെ വോയിസും കൂടെ കേട്ടപ്പം കൂടുതൽ സന്തോഷമായി. അപ്പോൾ എന്തായാലും സന്തോഷം മോനെ. ഇനി ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് മത്സരങ്ങളിൽ വിൻ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. എല്ലാ സ്വപ്നങ്ങളും അതേപോലെ നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നത് നിന്റെ ഈ പെർഫോമൻസിന് തീർച്ചയായിട്ടും യുവജനോത്സവത്തിൽ 1ാം സമ്മാനം കിട്ടിയില്ലെങ്കിലേ ഉള്ള അത്ഭുതം. കാരണം ഇത്തരത്തിലുള്ളൊരു വോയിസ്, ഈ ഇത്രയും ഡെപ്തുള്ള സംഭവം ഈ ഒരു പ്രായത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അതൊരു വലിയൊരു ഭാഗ്യമാണ് മോനെ. നല്ലൊരു വോയിസ് കിട്ടി. ഇനി അങ്ങോട്ട് കിടക്കുകയാണ്, ശബ്ദ ഗാംഭീര്യം വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നല്ല താരങ്ങളെ അനുകരിക്കാൻ ഉള്ള ടാലൻ്റ് ഉള്ള ആർട്ടിസ്റ്റാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് വേദികൾ, ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും പരമാവധി വേദികൾ കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. ഗംഭീരമായിട്ടുള്ളൊരു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.
താങ്ക് യു രത്ന ചേച്ചി. അദ്വൈത് വാട്ട് ആൻ എനർജി. ഒരു രക്ഷയില്ല. ഞാൻ അദ്വൈത് ഇങ്ങനെ ഇറങ്ങി വന്ന അപ്പ തൊട്ട് ഇങ്ങനെ നോക്ക തുള്ളി 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 തുള്ളി. നമുക്കൊരു പോസിറ്റീവ് വൈബാ അല്ലേ? വെരി മച്ച് സോ ഹാപ്പി ടു സീ ദാറ്റ് എനർജി ഫ്രം യു. Thank you so much. കാരണം പക്രുവേട്ടൻ പറഞ്ഞ പോലെ +2 ഇപ്പോ സമ്മാനം കിട്ടി, അതിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ അത് കുറച്ചും കൂടി മുമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. അതിന് പറ്റുന്ന ഒരു വോയിസ് ആണ് അദ്വൈതിന്റെ എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. സൂപ്പർ, താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ഉണ്ടെന്നുള്ള അറിയാം. അപ്പൊ എന്തായാലും അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് നടക്കട്ടെ. ഇനിയും താരമായിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങളുടെ സൈഡിൽ നിന്നും എന്തായാലും പിന്നെ കലോത്സവത്തിനൊക്കെ ഗ്രേഡ് കിട്ടുന്നുണ്ട്, പഠിത്തത്തിലും മിടുക്കനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് നക്ഷത്രങ്ങൾ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്റ്റാർസ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് കുറെ സ്റ്റാർസിനെ തന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് കുറച്ച് സ്റ്റാർസ് അങ്ങോട്ടേക്ക് തരാണ്. അപ്പം എങ്ങനെയാണ് പക്രു ചേട്ടാ തീരുമാനമെടുത്തിരിക്കുന്നത്? യെസ് രത്ന ചേച്ചി പറഞ്ഞോളൂ. 3 പേരുടെയും വക 4 സ്റ്റാർ. 4 സ്റ്റാർസ് ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. സാധൻ ചേട്ടാ നമുക്കതങ്ങ് നൽകിയാലോ? യെസ്. അദ്വൈത് കോമഡി മാസ്റ്റേഴ്സ് ഈ വേദിയിൽ വന്നു. 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള മൊമെന്റുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. കൺഗ്രാറ്റുലേഷൻ. അതുപോലെ തന്നെ അടുത്ത തവണ വരുമ്പോൾ ഇടാൻ ഒരു അടിപൊളി ഷർട്ട് ലണ്ടൻ ക്ലാസിക് നൽകുന്നുണ്ട്.